ജനപക്ഷം എന്ന പാർട്ടി വളരെ വിശദമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിരിക്കുന്നത് BJP-യോടൊപ്പം പോവുക എന്ന് തന്നെയാണ്. ഇത്രയും പ്രഗത്ഭനായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ഉണ്ടായിരുന്നത് നരേന്ദ്രമോദി ഉണ്ടായിട്ടില്ല. പാർട്ടികൾ തീരുമാനിച്ചു, അവരെ അറിയിച്ചിട്ടുണ്ട് ഔദ്യോഗികമായി. പിന്നെ പാർട്ടി ചേർന്ന് പിന്നെ പാർട്ടിയുടെ നിർദ്ദേശം പത്തനംതിട്ട നിൽക്കാനാണ് നിൽക്കും. കേരള കോൺഗ്രസ് പിരിച്ചുവിടേണ്ട സമയം കഴിഞ്ഞില്ലേ? ഏതാ കേരള കോൺഗ്രസ്? എന്താ കേരള കോൺഗ്രസ്? അപ്പൻ്റെ പ്രാക്കുണ്ട്, മാണിസാറിൻ്റെ പ്രാക്കുള്ള പാർട്ടിയാണ്. ജനപക്ഷം എന്ന പാർട്ടി വളരെ വിശദമായി ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിരിക്കുന്നത് BJP-യോടൊപ്പം പോവുക എന്ന് തന്നെയാണ്. BJP-യുടെ പോവുക എന്ന് പറയുമ്പം BJP-യിൽ മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിയിൽ ചേരണം എന്ന അഭിപ്രായമാണ് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഉണ്ടായത്. അതെ അതെ, ലയനമെന്ന് പറയാൻ പാടില്ല. കാരണം BJP ഏത് പാർട്ടി, ഓൾ ഇന്ത്യയിലുള്ള ഒരു വലിയ പാർട്ടിയാണ് BJP. കേരള ജനപക്ഷ സൈക്കിൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് മാത്രമുള്ള ഒരു ചെറിയ പാർട്ടി. അത് ലയനമല്ല. അത് എങ്ങനെ ഈ നദിക്കകത്ത് പോയി ഒരു ചെറിയ ഒരു 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 തോട് ലയിക്കുന്ന പോലെ കൊണ്ടുപോകുക. സത്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP-യുടെ ഞങ്ങളുടെ പാർട്ടിയുടെ ചർച്ച വന്ന പ്രശ്നം എന്ന് വെച്ചാൽ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരിക്കുക ഇന്ന് വരെ ഉണ്ടാകാത്ത. കാരണം ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരിത്രം മുതലെടുത്ത് പരിശോധിക്കുമ്പോൾ ഇത്രയും പ്രഗത്ഭനായ ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ഉണ്ടായിരുന്നത് നരേന്ദ്രമോദി ഉണ്ടായിട്ടില്ല. അങ്ങേർക്ക് പിന്തുണ കൊടുക്കുക എന്നാണ് ശരി എന്നാണ് പാർട്ടിക്കാരെ എല്ലാവരുടെ അഭിപ്രായം. അപ്പോൾ അതിനെപ്പറ്റി ചർച്ച വന്നപ്പോഴാണ് പറഞ്ഞത് സീറ്റിൻ്റെ കാര്യമൊന്നും ഞങ്ങളുടെ സീറ്റൊന്നും പ്രശ്നമില്ല, ഞങ്ങൾ BJP ചേരുക എന്ന അഭിപ്രായമാണ്. അങ്ങനെ BJP ചേരുക എന്ന അഭിപ്രായം വന്നു കഴിഞ്ഞാൽ പിന്നെ സീറ്റിൻ്റെ കാര്യത്തിനെ പറ്റി BJP അല്ല നിശ്ചയിക്കും, നമ്മളല്ല. BJP നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, നിൽക്കണമെന്ന് പറഞ്ഞാൽ നിൽക്കുകയില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ ടോട്ടലായിട്ട് ശരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നു. പാർട്ടിക്കുള്ള തീരുമാനിച്ചു, അവരെ അറിയിച്ചിട്ടുണ്ട് ഔദ്യോഗികമായി. അതെ, പൊതുവായിട്ടുള്ള ഒരു 5 കമ്മിറ്റി വെച്ചല്ലോ. ആ 5 കമ്മിറ്റിയുടെ അഭിപ്രായം കഴിഞ്ഞ ദിവസം കിട്ടിയത് ഇങ്ങനെ വേണമെന്നും പറഞ്ഞു. ഞാൻ പിന്നെ അത് പുറത്ത് പറഞ്ഞില്ല. പക്ഷേ കഴിഞ്ഞിട്ട് പരസ്യമായിട്ട് വട്ടത്തിൽ വന്ന് പറയാമെന്ന് കണ്ടിരിക്കുക. പിന്നെ തീർച്ചയായിട്ടും അത് മാത്രമല്ല, സംസ്ഥാന നേതൃത്വം ബഹുഭൂരിപക്ഷം എല്ലാം മുഴുവൻ പേരും അതിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസമൊന്നും ആർക്കും ഇല്ല. ഇല്ല, BJP ആവും. അതാകുന്നു ശരി. അല്ല, അതൊന്നും ആലോചിച്ചിട്ടില്ല, അങ്ങനെ ഒരു ചിന്തയൊന്നും വന്നിട്ടില്ല. അഭിപ്രായം എന്നുള്ളൂ. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്ക് നിർബന്ധമില്ലെന്ന്. ഇപ്പോൾ പത്തനംതിട്ട ഇന്നേ തീരുമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. പിന്നെ പാർട്ടി ചേർന്ന് പിന്നെ പാർട്ടിയുടെ നിർദ്ദേശം പത്തനംതിട്ട നിൽക്കാനാണ് നിൽക്കും, നിൽക്കേണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കാൻ അത്രേ ഉള്ളൂ. 100%, 101% ആത്മാർത്ഥമായിട്ടുണ്ടാവും. രണ്ടും ആകാം. ഞാൻ ചോദിക്കട്ടെ, കേരള കോൺഗ്രസ് പിരിച്ചുവിടേണ്ട സമയം കഴിഞ്ഞില്ലേ? ഏതാ കേരള കോൺഗ്രസ്? എന്താ കേരള കോൺഗ്രസ്? ചുമ്മാ ക്രിസ്ത്യാനിയെ കച്ചവടം ചെയ്യാൻ പറ്റുണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ. ആ പാർട്ടി ഞാൻ ഒരു 4-5 കൊല്ലമായില്ലേ പറഞ്ഞിട്ട് ഇത് പിരിച്ചുവിടണം. എന്തിനു വെച്ചോണ്ടിരിക്കുന്നു? ഒരു രക്ഷയില്ലാത്ത പാർട്ടി. നീ ക്രിസ്ത്യാനിയുടെ പേര് പറഞ്ഞുണ്ടായി, ക്രിസ്ത്യാനിക്ക് എന്ത് ഗുണം? ഇപ്പോൾ ഉള്ള പ്രമുഖ കക്ഷി വേപ്പട്ട മാണിസാറിൻ്റെ പേരിൽ ഒരു പാർട്ടിയാണ് ഒരു കേരള കോൺഗ്രസ്. ആ മാണിസാറിനിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ പോയപ്പോൾ അദ്ദേഹത്തെ ഹരാസ് മാത്രമല്ല വേദനിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത മകനാണ് ആ പാർട്ടിയുടെ നേതാവ്. പിന്നെ എങ്ങനെ ആ പാർട്ടി രക്ഷപ്പെടും? അപ്പൻ്റെ പ്രാക്കുണ്ട്, മാണിസാറിൻ്റെ പ്രാക്കുള്ള പാർട്ടിയാണ് മാണി ഗ്രൂപ്പ് പാർട്ടി. പിന്നെ എങ്ങനെ നന്നാവും?